മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ നെഹസാനിൽ ആലുവ സെന്റ് ജോസഫ് ബാപ്റ്റിസ്റ്റ് ചർച്ച് സഭാംഗമാണ്. ജേർണി ത്രൂ ദ സൺമസിന്റെ 50-ാം ദിവസത്തിലേക്ക് സ്വാഗതം. ഇന്ന് നാം ചിന്തിക്കുന്നത് 33 സങ്കീർത്തനത്തിന്റെ 12 മുതൽ 22 വരെയുള്ള വാക്യങ്ങളാണ്. 33 സങ്കീർത്തനത്തിന്റെ തുടർച്ചയാണ് 33 സങ്കീർത്തനം എന്ന് കരുതാം. 22 വാക്യങ്ങൾ ഈ സംഗീതത്തിലുണ്ട്. ഈ സങ്കീർത്തനം എല്ലാ കാലത്തേക്കുമുള്ള ഒരു സ്തോത്ര സഹിതം കൂടെയാണ്. അതുകൊണ്ടാണ് തന്നെ നമ്മുടെ ജീവിതത്തിന്റെ ഏതൊരു സ്ഥിതിയിലും നമുക്ക് ദൈവത്തിന് സ്തോത്രം പറയുവാൻ, നമുക്ക് വായിച്ച് ദൈവസന്നിധിയിൽ ധ്യാനിക്കാൻ ഒരു അനുഗ്രഹീതമായ സങ്കീർത്തനമാണിത്. 12-ാം വാക്യം മുതൽ 19-ാം വാക്യം വരെയുള്ള ഭാഗങ്ങൾ ജനത്തിനു വേണ്ടി ദൈവത്തിന്റെ കരുതൽ കാണാൻ കഴിയും. ഇതുപോലെ 20 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ പ്രാർത്ഥനയും ഉറച്ചു വിശ്വാസവുമൊക്കെ പ്രാർത്ഥനയിൽ കാണാൻ കഴിയും. 12-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: യഹോവേ, ദൈവമായിരിക്കുന്ന ജാതിയും അവൻ തനിക്ക് അവകാശമായി തിരഞ്ഞെടുത്ത ജനവും ഭാഗ്യമുള്ളത്. സത്യമായ ദൈവത്തെ തിരിച്ചറിവിൽ ആരാണ്? അവനാണ് ലോകത്തിലെ ഭാഗ്യവാന്മാർ. ദൈവം രാജാവിനെയും ദർശനെയും ഒരേപോലെ സൃഷ്ടിച്ചിരിക്കുന്നു. ഇന്ന് ഭൂമിയിൽ പലതരത്തിലുള്ള തിരിവുകളുണ്ട്. അതെല്ലാം മനുഷ്യനുമേ മാത്രമാണ്. വാക്യത്തിലത് കാണുന്നതാണ്. നമ്മുടെ എല്ലാവരുടെയും പ്രവൃത്തി ദൈവം അറിയുന്നു. ദൈവത്തിൽ നിന്നും മറച്ചു വെച്ച് ഒരു പ്രവൃത്തി പോലും ചെയ്യാൻ സാധ്യമല്ല. ദൈവത്തിന്റെ ഇടപെടലില്ലാതെ ജീവിതത്തിൽ ജയിക്കാൻ സാധിക്കുകയില്ല. ഈ സങ്കീർത്തനത്തിന്റെ അവസാനത്തെ വാക്യം ഒരു പ്രാർത്ഥനയാണ്. ഇങ്ങനെയാണ് ആ വാക്യം: യഹോവേ, നിങ്ങൾ പ്രത്യക്ഷീകരിക്കുന്ന പോലെ നിന്റെ ദയ ഞങ്ങളുടെ മേൽ ഉണ്ടാകുമാറാകട്ടെ. ഒരു നിമിഷം കണ്ണുകളടിച്ച് പ്രാർത്ഥിക്കാം. അറിവ് കൂടാൻ ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, ഈ ഒരു നല്ല പ്രഭാതത്തിനായി അങ്ങേ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പഠിച്ച വചനത്തെ ഓർത്ത് അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. ഞങ്ങളുടെ മാതാപിതാക്കളെയും അധ്യാപകർക്കും ദേശത്തിനും സഭയ്ക്കും വേണ്ടി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമീൻ.